നെത്തോലി പോലത്തെ സാധനത്തിനെ കൊണ്ട് എന്തെങ്കിലും പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്ക് നമുക്കുണ്ടോ പേടി? നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. ഇതൊരു ഈറ്റിയട്ടെ, വയറ് ഫുള്ളാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. പിടിച്ച് അതാ സ്വിസ്. വെൽക്കം ടു നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അയിലിൻ്റെ ഗെയിമാണ്. കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് കുറേ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അയിലിൻ്റെ ഗെയിമായിട്ടാണ്. അയിൽ കോഴ്സ്ഡസ് അങ്ങനെ എന്തോന്നായിരുന്നു അതിൻ്റെ പേര്, എനിക്ക് വലിയ പിടുത്തമല്ല. അതുകൊണ്ട് തെറ്റ് പറ്റിയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാത്തവരുടെ പ്ലീസ് ഒന്ന് വേഗം പോയി ലൈക്ക് അടിക്കുക. അപ്പം നേരെ വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ തുടങ്ങിയല്ലേ, വലിയ വർത്താനൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ആരെങ്കിലുമൊക്കെ പിടിക്കണം. ഈ നെത്തോലി പോലത്തെ സാധനത്തിനെ കൊണ്ട് എന്തെങ്കിലും പിടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ സംശയമുള്ളൂ, ഇത് ഏടം വരെ പോവുള്ളി. കണ്ടിട്ട് വലിയ ലുക്കൊന്നും തോന്നില്ല. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഫുൾ ഗ്രോത്ത് ആയിട്ടില്ല, സെക്കൻഡ് സ്റ്റേജിലാണ് ഉള്ളത്. അതായത് ഗ്രോത്ത് കുറച്ചുണ്ട്, എന്നാലും അത്ര പോരാ. എന്തായാലും ഫുഡ് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു. എവിടെയും സ്മെല്ല് കിട്ടുന്നില്ലല്ലോ. അങ്ങോട്ട് ഞാൻ പോയി നോക്കട്ടെ. നമ്മളിപ്പോൾ ചെറുതായതുകൊണ്ട് പുല്ലിൻ്റെ ഏകദേശം കാണാൻ കൂടിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും. അതുകൊണ്ട് അവിടെ എന്തോ ഒരു ഫൈറ്റ് അവിടെ എന്തോ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. അവിടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അധികം അവിടെ നിന്ന് കളിക്കുന്ന അത്ര സേഫ് അല്ല എന്നാണ് തോന്നുന്നേ. ആരും ഉണ്ടല്ലോ. ആരാട്? അവിടെ ആരൊക്കെയോ ഉണ്ട്. മരത്തിൻ്റെ മുകളിൽ ഇപ്പോൾ മറ്റേ പറക്കുന്ന പക്ഷി പോലത്തെ കുറേ ടീമുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണ് ഞാൻ കേട്ടത്. ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഇത് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആകാം, ഇതിനൊന്നും വിരോധമില്ല. ഇതിനോട് കൂടിയിട്ട് എവിടെ തന്നെ പൊട്ടെ ഇവിടെ വരെ ഇത് ചാടിയ ചത്തുകൂടി. ചിലപ്പം ചത്തും വേണ്ട, വെറുതെ എന്തിനായത്. ഇവിടെ എവിടെയെങ്കിലും ഫുഡ് അവിടെ കാണിക്കുന്നുണ്ട്. പോയോക്കട്ടെ. അല്ല, ചിലപ്പം ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം അങ്ങനെ അടുപ്പിച്ച് കളിച്ചുകൂടാ. ഫുഡ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളവിടെ പോകുന്നവരേക്ക് ആരെങ്കിലും നമ്മളെ പിടിച്ച് തിന്നുക. അതുകൊണ്ട് വലിയ പിടുത്തമല്ല. നമ്മ കണ്ടാൽ പേടി, നമ്മൾ പോയി നോക്കുന്നതിനാണ്ട്. എവിടെയാ ഫുഡുള്ളത്? അവിടെ ആരോ ചത്തെടുക്കുന്നുണ്ട്. അതാ താഴെ കാണുന്നുണ്ടോ? അതാ ആ ഒരു ഭാഗത്തായിട്ട്. ആരാടിയത്? അമ്മക്കുണ്ട പേടി, നമ്മൾ പോയി വെക്കാം. ഭാഗ്യം ചത്തില്ല. ആരുമില്ലാന്ന് തോന്നുന്നു. ഇതെന്താ റാപ്റ്റർ സ്ഥലം? ഈച്ചയൊക്കെ പറക്കുന്നുണ്ടല്ലോ. നമുക്കുണ്ടോ പേടി? നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. അതൊരു ഈറ്റിയട്ടെ, വയറ് ഫുള്ളാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. ഒരു ഇറച്ചി കഷ്ണം എടുക്കട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഫുഡ് അടിക്കണം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അധികം കരയെന്ന് കളിക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഇവിടുന്ന് കയറട്ടെ. കയറടാ, കയറ്. ഇത് കയറാൻ പറ്റാത്തത്, കയറടാ. അയ്യോ, കയറടാ ചങ്ങായിയെ. ഇതിലോടിയാ. എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ ഗെയിം നല്ല അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടീനു. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് കളിക്കാൻ തന്നെ കാരണം. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സബ് അഡൽട്ട് ആയിട്ടുണ്ട്. അഡൽട്ടല്ല, അതിനെക്കാട്ടി ലേശോടെ വലുതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഇരുടാണ്, ഒന്നും കാണുന്നുമില്ല. അതുകൊണ്ട് വലിയ പിടുത്തമല്ല. ഞാൻ എന്തായാലും രാവിലെ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ എവിടെയോ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം, അതാണ് നല്ലത്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായിട്ടൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ അധികം രാവിലെ ആകാൻ നിന്നില്ല. അതിന് മുന്നേ നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം അഡൽട്ട് ആവാനായിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ അഡൽട്ട് ആകുന്നതാണ്. നമ്മൾ വേട്ടയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ മോശമല്ലേ. ചത്തില്ലേ. നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. കഴുത്തോ കാലോ കയ്യോ എവിടെയോ ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഓട്ടം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്നാലും റെസ്റ്റിങ് വേണം. റെസ്റ്റ് ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്താക്കാനാ. പക്ഷെ ഒന്ന് കിടന്നോക്കട്ടെ, എന്നാൽ ചിലപ്പോൾ റെസ്റ്റും ബോണ്ടിങ്ങൊക്കെ റെഡി ആവാൻ സാധ്യതയുണ്ട്. നല്ലൊരു വീഴലാണ് അവിടെ നിന്ന് വീണത്.
അത് സംഭവമൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് ചാടി നോക്കിയെന്നേ ഉള്ളൂ. അത് നമ്മളങ്ങനെയാണല്ലോ, ഫസ്റ്റ് ഒരു ഗെയിം കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, എന്താണ് സംഭവിക്കുകയെന്ന് അറിയണ്ടേ. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ, വലിയ പിടുത്തമൊന്നുമില്ല. ഇത് കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, അത്ര തന്നെ. അവിടെ ആരോ സ്പോണായിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ആരാ? വാടാ. എന്നെ പിടിക്കാനോ? അതിന് ഞാൻ അയക്കില്ല, പോടായിരുന്നു. പിടിച്ച് അതാ. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്പോൺ ആയിട്ടുണ്ട്. അയ്യോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്കിപ്പോൾ ആദ്യമേ പറയാനുള്ളത്. നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഫുഡ് അടിയാനുള്ളത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പിടിച്ച് തിന്ന മുതലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇവിടെ. സാധാരണ അങ്ങനത്തെ ആരെങ്കിലൊക്കെ കാണേണ്ടതാണ്. നേരത്തെ ഒരുത്തം പിടിച്ചെന്ന് വെച്ച് ഇനിയും പിടിക്കണമെന്നില്ല, എന്ന് വെച്ച് ആരും പിടിക്കാതിരിക്കില്ല എന്നുമല്ല, അങ്ങനെ പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഓടി കളിക്കണം. അവിടെ ഒരു കാണുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ ചെറിയതാണ്, അതായത് വലുതായിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഫൈറ്റ് എടുക്കേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ വന്നത്, പക്ഷേ ആരെയും കാണണ്ടേ ഇവിടെ? എന്നാലല്ലേ ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതേതാ ഇമ്മണ്ടേ? ഹലോ, നമ്മളെവിടെ കളി? നമ്മൾ കാണിച്ചു തരാം. പിടിച്ചില്ല, മിസ്സായി പോയി. പിടിച്ചില്ല. നമ്മളെവിടെ കളി? ഇവിടെ അവൻ പോയാ? ഇല്ല, ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ എണീച്ച് പോയിന്ന് തോന്നുന്നു. മിസ്സായിപ്പോയി. ഫൈറ്റ് എടുക്കാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പിടുത്തമല്ല എനിക്കെങ്ങനെ കളിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും. നമ്മൾ വേറെന്തെങ്കിലും, അതായത് T-Rex ഫുൾ ഗ്രോത്ത് അങ്ങനെ എത്തുന്നതാണ്. മാത്രമല്ല ഈ വീഡിയോസ് മാത്രമല്ല ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പല സിമുലേഷൻ ഗെയിമുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം, എന്നാലും പുതിയൊരു ഗെയിം പ്ലേ വരുന്നുണ്ട്, ഒരു ഗോഡ് സിമുലേറ്റർ എന്നുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.